ഇപ്പോൾ മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ മാങ്ങ കൊണ്ട് പലതരം റെസിപ്പീസും നമ്മൾ തയ്യാറാക്കാറുണ്ട്. അതിലേറ്റവും ടേസ്റ്റിയും പിന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇനി ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് പച്ചമാങ്ങ ചമ്മന്തിയാണ്, അതും തേങ്ങ ചേർക്കാത്ത പച്ചമാങ്ങ ചമ്മന്തി. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോരുത് കേട്ടോ. അപ്പോൾ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പച്ചമാങ്ങ, നല്ല പുളിയുള്ള ഒരു പച്ചമാങ്ങ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 10-12 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അതേപോലെ 10 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അതും ചുട്ടെടുത്തതാണ് കേട്ടോ, തീയിലൊന്ന് ചുട്ടെടുത്തതാണ്. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു തണ്ട് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇനി അരച്ചെടുക്കാൻ വേണ്ടി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് വറ്റൽമുളക്, അത് ഞെട്ട് മാറ്റിയ വറ്റൽമുളകും പിന്നെ ഇഞ്ചിയും ചുവന്നുള്ളിയും കറിവേപ്പിലയും ഉപ്പും കൂടെ ആദ്യം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. അതായത് മാങ്ങ ഒഴികെയുള്ള ബാക്കി എല്ലാ ഐറ്റംസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മാങ്ങയുടെ ഒപ്പം ഇത് അരച്ചെടുത്താൽ ഉള്ളിയൊന്നും അരഞ്ഞു കിട്ടത്തില്ല കേട്ടോ, തെന്നി കിടക്കും. അതുകൊണ്ട് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മാങ്ങ ചേർക്കാം. അപ്പോൾ ഉള്ളി മുളകൊക്കെ നന്നായിട്ട് അരഞ്ഞിട്ടില്ല, ഒന്ന് ഫ്രഷ് ആയിട്ടേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. മാങ്ങ ചേർത്തിട്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇത് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം കേട്ടോ. ഇതിലൊട്ടും തന്നെ വെള്ളം ചേർത്ത് അരയ്ക്കരുത്, കാരണം മാങ്ങയിൽ ഇഷ്ടം പോലെ വെള്ളമുണ്ട്. അപ്പം നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഒരു കിടിലൻ മാങ്ങ ചമ്മന്തിയാണ്. എളുപ്പത്തിൽ, വേറെ കറികളൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ചുട്ട് പപ്പടം കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാട്ടോ. അപ്പം ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ ഒരു ചമ്മന്തിയാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോരുത് കേട്ടോ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക്